ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ദൈവിക ദൂത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് നിന്നുമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യമാണ്. 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ യേശു തിരുവായി മൊഴിഞ്ഞ് പറയുന്ന ഒരു പ്രസ്താവന അതിങ്ങനെയാണ്: എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. യേശു പറയുകയാണ്, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. എന്താണ് ആ ഒന്ന് എന്ന് അടുത്തതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആമേ അവിടെ ശുപാർശിച്ചിട്ടുണ്ട്, അവിടെ ആമേ പരാമർശിച്ചിട്ടുണ്ട്. ആമേൻ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയും ഇല്ല എന്നുള്ളതാണ്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു യാത്ര പോകയിൽ മാർത്ത മറിയ എന്നിവരുടെ ഭവനത്തിലെത്തുകയാണ്. അവർ മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ആയതിനു ശേഷം മറിയ എന്ന സഹോദരി യേശു വന്നു, യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുവാനായി തയ്യാറെടുത്തു. മാർത്ത ശുശ്രൂഷയിൽ 40-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്ന: മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ ചെന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലതിനെക്കുറിച്ചുള്ള വിചാരം സ്വാഭാവികമാണ്. നാളെ എന്താകും, നമ്മുടെ ജോലി വിഷയമാകട്ടെ, മക്കളുടെ കാര്യമാകട്ടെ, മറ്റോരോ കടഭാരങ്ങളാകട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, പലതിനെക്കുറിച്ചുള്ള ചിന്തയും വിചാരവും നമുക്കുണ്ടാകും. എന്നാൽ ആ ചിന്തകളുടെ നടുവിൽ നാം കുഴഞ്ഞ് മനം കലങ്ങി വല്ലാണ്ടയായി പോകാതെ ഒരു സെലക്ഷൻ അതിൻ്റെ നടുവിൽ നടത്തണം എന്നാണ് നാം വായിച്ച വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നന്നായി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ നാം പഠിക്കുന്നുണ്ട്, ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തെരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശാലമായ വഴിയുമുണ്ട്, ഇടുക്കമുള്ള വഴിയുമുണ്ട്. തെരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ വാതിക്കൽ വന്ന് നിന്ന് മുട്ടുന്നു, തുറക്കണോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പ് ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എപ്പോഴും ജീവിതത്തിൽ പ്രാധാന്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ കുഴഞ്ഞും ഭാരപ്പെട്ടും മനം കലങ്ങിയും പലതിനെ ചൊല്ലിയും വിചാരിച്ച് നാം അങ്ങനെ ദിവസം കഴിച്ചു പോവുകയാണെങ്കിൽ ആയതിൻ്റെ നടുവിൽ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുക. അത് മറ്റൊന്നുമല്ല. യേശു പറയുന്നു, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. എന്താണ് ആ ഒന്ന്? എന്താണ് നാം എടുക്കേണ്ട ആ ഒരു തീരുമാനം? അതായത് നമ്മുടെ വിഷയങ്ങളുടെ എല്ലാം സൊല്യൂഷൻ യേശുവാണ്. നാം കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളുടെയും നമുക്കുള്ള വിടുതൽ എന്ന് പറയുന്നത് നമ്മുടെ യേശു അപ്പനാണ്. അപ്പോൾ ആ യേശുവിൻ്റെ പാദപീഠം തിരഞ്ഞെടുക്കുക, അതായത് യേശുവുമായി ഇരിക്കുവാൻ, യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നാം തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മളുടെ ചില വിഷയങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. യേശുവിൻ്റെ പാദത്തിൽ നമുക്ക് വേണ്ട വിഷയങ്ങളുടെ മറുപടികളുണ്ട്, നമുക്ക് വേണ്ട നീക്കുപോക്കുണ്ട്. ധനവും മാനവും യശസ്സും പുരാതന സമ്പത്തും കീർത്തിയും എല്ലാം അവൻ്റെ പക്കലാണ്. അവൻ ഒഴികെ നമുക്കൊരു നന്മയുമില്ല. അവനിൽ നിന്നാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും സ്വസ്ഥതയും ആരോഗ്യവും എല്ലാം അവൻ തരുന്ന ദാനങ്ങളാണ്. അപ്പോൾ അവൻ്റെ പാദത്തിൽ നാം ആയിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ആമേൻ, നമുക്ക് ഈ ലോകത്തിന് തരാൻ കഴിയാത്തൊരു സമാധാനം മാത്രമല്ല,
നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങളുടെ സൊല്യൂഷനും വെളിപ്പെടുകയാണ്. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾക്കകത്തൊരു ഒരു തീർപ്പ് മുമ്പോട്ട് ഓടണം എന്നുള്ള നിലവാരത്തിൽ കുഴഞ്ഞും മറിഞ്ഞും അങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആയതിൻ്റെ നടുവിൽ മറിയ തൻ്റെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരുവാൻ, മാറ്റം കൊണ്ടുവരുവാൻ അതിന് ഉതകുമാറാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പാദത്തിൽ, അതായത് സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്ന് പറയുമ്പോൾ ആ പാദത്തിൽ അവൾ അല്പനേരം ഇരിക്കുവാനിടയായി തീർന്നു. ഞാൻ ചോദിക്കട്ടെ, തിരക്കുകളുടെ നടുവിൽ ഓടുന്ന വ്യക്തികളാണോ നിങ്ങൾ? അല്പസമയം ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കുവാൻ കഴിഞ്ഞ 4.5 മാസങ്ങളായിട്ടില്ല എങ്കിൽ ഈ 5-ാം മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. എന്താണ് ആ ഒന്ന്? അവൻ്റെ പാദത്തിലിരിക്കുക എന്നുള്ളതാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അവൾ തിരഞ്ഞെടുത്ത നല്ല അംശം അവൻ്റെ പാദത്തിലിരിക്കുക എന്നുള്ളതാണ്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്, then the remaining all the things, all the blessings will follow you. ആദ്യം മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് വേണ്ടുന്നത് തരാമെന്നാണ്. അപ്പോൾ അവൻ്റെ പാദപീഠം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നാം ഈ ദിവസങ്ങൾ ഒന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ വിഷയങ്ങൾക്കകത്ത് നമ്മുടെ ശരീരത്തിൽ വേണ്ട സൗഖ്യം, നമ്മുടെ കുടുംബത്തിൽ വേണ്ട സ്വസ്ഥത, തലമുറകൾക്ക് വേണ്ട നീക്കുപോക്ക്, ആത്മീക മേഖലകളിൽ വേണ്ട ഉത്തേജനം, ഇന്നലകളിലെ ഓട്ടത്തിലും തിരക്കിൻ്റെയും ഒക്കെ ഇടയിൽ നാം എവിടെയൊക്കെയോ നമ്മുടെ അകത്ത് ആത്മീക മനുഷ്യൻ ക്ഷീണിച്ചും തളർന്നും ആയിരിക്കുന്ന ഒരു മേഖലയ്ക്കകത്താണ് നമ്മളെങ്കിൽ, കമോൺ, ഈ ദിവസങ്ങൾ മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് യേശുപ്പച്ചൻ്റെ പാദപീഠത്തോട് ചേർന്ന് ചില നിമിഷങ്ങൾ, ചില ദിവസങ്ങൾ ഇരിക്കുക എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ്. കർത്താവ് പറയുക, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എടുക്കുന്ന ചില തെരഞ്ഞെടുപ്പുകൾ, ഡിസിഷനുകളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് ബാധിക്കുന്നത്. നമുക്കറിയാം, രൂത്ത് ഒരു ഡിസിഷൻ, ഒരു തീരുമാനമെടുത്തു. ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ച് പ്രതികൂലങ്ങളുടെ നടുവിൽ അവളങ്ങ് മാറി അവൾ പുറകോട്ട് പോയപ്പോൾ രൂത്ത് എടുത്ത ഡിസിഷനാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം, മരണം കൊണ്ടല്ലാതെ ഞാൻ മാറിപ്പോകത്തില്ല എന്നുള്ള ആ ഡിസിഷൻ, അവളുടെ തീരുമാനമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിക്കാം, ഫോളോ മീ എന്നുള്ള ശബ്ദം അനുഗമിച്ചതാണ്. ആ തീരുമാനമാണ് മനുഷ്യനെ പിടിക്കുന്നവനാക്കി പത്രോസിനെ മാറ്റുവാനിടയായി തീർന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ നമുക്ക് നല്ലൊരു തീരുമാനം, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമുക്കും നല്ല അംശം തിരഞ്ഞെടുക്കാം. അത് മറ്റൊന്നുമല്ല, അവൻ്റെ പാദപീഠമാണ്. അവൻ്റെ ഭക്തന്മാർ അവൻ്റെ പാദത്തിൽ, തൃപ്പാദത്തിൽ ഇരുന്ന് അവൻ്റെ വചനങ്ങൾ പ്രാപിച്ചു എന്നാണ്. നാം അവൻ്റെ പാദത്തിലിരിക്കുമ്പോൾ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ദൈവിക വെളിപ്പാടുകൾ, വചനം, അതിൻ്റെ മർമ്മങ്ങൾ നമുക്കവൻ തരുവാൻ, നമ്മളെ ആശ്വസിപ്പിപ്പാൻ, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം തരാൻ, ബലം നമ്മുടെ അകത്തെ മനുഷ്യന് തരാൻ, നമ്മുടെ വിഷയങ്ങളിൽ നീക്കുപോക്ക് തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആകയാൽ നമ്മൾ ഈ ദിവസങ്ങൾ 7 ദിവസം ഫാസ്റ്റിംഗ് ആണ് സഭ. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും അല്പമേ വേണ്ടു, അല്ല ഒന്ന്, അത് അവൻ്റെ പാദപീഠത്തോട് ചേർന്നിരിക്കുകയാണ്. ആയതിനു വേണ്ടി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടും. അതെ, നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, നിറവ് നമ്മുടെ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. കടങ്ങളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ
പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും കുഴഞ്ഞും ഒക്കെ പൊക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും നടുവിൽ ഞങ്ങളുടെ മറുപടി, ഞങ്ങളുടെ വിടുതൽ അങ്ങയുടെ തൃപ്പാദം, അങ്ങയുടെ പാദസന്നിധി, ആ സാന്നിധ്യം എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ പാദത്തിൽ വന്ന ആരെയും അങ്ങ് വെറുതെ അയച്ചിട്ടില്ല. ആമേൻ. അങ്ങയുടെ സിംഹാസനം, സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപിടം. ആ പാദത്തിലേക്ക് ഞങ്ങൾ വീഴുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ വിഷയങ്ങളിൽ വലിയ മറുപടികൾ തന്നാട്ടെ, ഞങ്ങളെ ആശ്വസിപ്പിച്ചാട്ടെ, ഞങ്ങളെ നിവർത്തി നിർത്തുമാറാക്കിയാട്ടെ. അങ്ങ് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.